കൂട്ടായ്മകളുണ്ട്, നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന ദിവസം എനിക്ക് മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പേര് അശോകൻ. ഹായ് ഹായ് ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇന്ന് 1 വർഷം പൂർത്തീകരിച്ച അരുൺ ഘോഷിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. പ്രോഗ്രാമിൽ കൂടെ പരിപാടിയിൽ കൂടെ തുടർച്ചയായിട്ട് ജീവിതാവസാന സുബോധത്തിലൂടെ ജീവിക്കാൻ സാധിക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ഇനി ഓക്കെ, വെൽക്കം. ഇന്നത്തെ നമുക്ക് തുടങ്ങേണ്ടത് ആസ്വൽ സീസണിലെ 170 പേജ് മുതലാണ്. അപ്പോ 170 പേജ് ഹൂസ് വിൽ, ആരുടെ ഇച്ഛയാണ്. ഇത് നമ്മുടെ 12 and 12 പേജ് 103, 104 ഈ 2 പേജുകളിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോ 103 രണ്ടാമത്തെ പാരഗ്രാഫ്, 103 പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യും. മലയാളം ഉണ്ടാവോട്ട് നമുക്ക് മലയാള പുസ്തകം വായിക്കാം. 11ാം പടിയിലെ ലേഖനത്തിൽ നിന്നാണ് ആരുടെ ഇച്ഛ എന്നാണ്. അതായത് നമ്മള് 11ാമത് പടി ഇതാണല്ലോ, ദൈവേച്ഛയെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാൻ ഉള്ള ശ്രമവും. അതാണ് 11ാം പടിയിലെ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ 11ാം പടി പറയുന്ന കാര്യം. നോക്കാം എന്താണ് ഇതിൽ പറഞ്ഞത്. ഇത് ചെയ്യാൻ സാധിക്കും, പക്ഷെ ഇതിന് തടസ്സങ്ങളുണ്ട്. ശിഥിലമായ ഗാർഹികമോ സാമ്പത്തികമായ തകർച്ച മുതൽ മടി പോലുള്ള നിസ്സാരമായ സ്വകാര്യ പിഴവുകൾ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ വ്യക്തമായ മാർഗനിർദ്ദേശം വളരെയധികം താല്പര്യത്തോടെയും വിശ്വാസത്തോടെയും നമ്മുടെ അംഗങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്കപ്പോഴും എന്തായാലും ദൈവത്തിൽ നിന്നും വരുന്നുവെന്ന് തോന്നുന്ന ചിന്തകൾ ഉത്തരങ്ങളെയല്ല, അവ സതുദ്ദേശത്തോടെയുള്ള അബോധമായ ന്യായീകരണങ്ങളാണ് തെളിയുന്നത്. ദൈവത്തോടുള്ള ഇത്തരം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യപ്പെടലുകളിലൂടെ ജീവിതം കണിശതയോടെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉണ്ട്, അല്ലെങ്കിൽ തീർച്ചയായും ഏതൊരു വ്യക്തിയും, പ്രത്യേകിച്ചും ഒരു അസ്വസ്ഥനായ വ്യക്തിയായി തന്റെ പ്രവൃത്തികളെ ആരെങ്കിലും വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും മാർഗനിർദ്ദേശത്തിനും വേണ്ടി പ്രാർത്ഥനയിലുള്ള തന്റെ വിശ്വാസം ഉടൻ തന്നെ അയാൾ പ്രകടമാണ്. തന്റെ തന്നെ അപ്രായോഗികമായ ചിന്തയും യുക്തിപരമായ കാരണങ്ങൾ കണ്ടെത്താനുള്ള മനുഷ്യന്റെ പ്രവണതയും ചേർന്ന് തന്റെ മാർഗനിർദ്ദേശത്തെ വളച്ചൊടിക്കാനുള്ള സാധ്യത അയാൾ മറന്നുപോയിട്ടുണ്ടാകാം. ഏറ്റവും മികച്ച ഉദ്ദേശത്തോടെ ദൈവത്തിന്റെ നിയതമായ മാർഗനിർദ്ദേശത്തിലാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന ആശ്വാസകരമായ ഉറപ്പോടുകൂടി എല്ലാത്തരം സാഹചര്യങ്ങളിലും പ്രശ്നങ്ങളിലും തന്റെ ഇച്ഛാശക്തി പ്രയോഗിക്കുവാൻ അയാൾ ശ്രമിക്കുന്നു. വളരെ രസകരമായ ഒരു പാരഗ്രാഫാണ് അത്. 11ാം പടിയില് നമ്മള് പറയുന്ന കാര്യങ്ങള് എന്താണ്? 11ാം പടി പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവവുമായി സമ്പർക്കം ദൃഢമാക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ദൈവഹിതം എന്തെന്നറിയുവാനും അത് നടത്തി കിട്ടുവാൻ വേണ്ട ശക്തി തരുവാനും പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥനയിൽ കൂടെ ധ്യാനത്തിൽ കൂടെ ദൈവത്തിന്റെ ഇച്ഛ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ജീവിതത്തിൽ കുറച്ചൊക്കെ ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചോദ്യം ഇവിടെ തുടങ്ങുന്ന ഇത് ചെയ്യാൻ സാധിക്കുന്ന. അപ്പൊ അതിന് മുമ്പുള്ള ഏതാന്നുള്ള ചോദ്യം. അപ്പൊ അതിന് തൊട്ട് മുമ്പത്തെ 2 വരികൾ കൂടി വായിക്കാം. തീർച്ചയായും ഈ ചോദ്യം കൂടെ ചോദിക്കപ്പെടുന്ന യുക്തിപരവും മനസ്സിലാക്കത്തക്കതുമാണ്. നിയതവും കുഴയ്ക്കുന്നതുമായ ഒരു പ്രശ്നം ദൈവസന്നിധിയിലേക്ക് നേരെ കൊണ്ടുപോകാൻ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്നും നമ്മുടെ അപേക്ഷകളുടെ കൃത്യവും സ്പഷ്ടവുമായ ഉത്തരങ്ങൾ തേടുവാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇത് വലിയ ചോദ്യം. നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇനി പറയണാണ് ഇത് ചെയ്യാൻ സാധിക്കും. അതായത് പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ അപേക്ഷകളുടെ കൃത്യവും സ്പഷ്ടമായ ഉത്തരങ്ങൾ തേടുവാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇനി അതിന്റെ 2 വശം പറയും, അത് നോക്കാം. ഇത് ചെയ്യാൻ സാധിക്കും, പക്ഷെ ഇത് തടസ്സങ്ങൾ എന്തൊക്കെയാണത്? ശിഥിലമായ ഗാർഹികമോ സാമ്പത്തികമോ ആയ തകർച്ച മുതൽ മടി പോലുള്ള നിസ്സാരമായ സ്വകാര്യ പിഴവുകൾ വരെയുള്ള
എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ വ്യക്തമായ മാർഗനിർദ്ദേശം വളരെയധികം താല്പര്യത്തോടെയും വിശ്വാസത്തോടെയും നമ്മുടെ അംഗങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനത് ചോദിക്കാറുണ്ട്. ഞാൻ ദിവസവും എന്റെ മടി അലസാതെ ഇതിനൊക്കെ ദൂരീകരിക്കാനായിട്ട് ഞാൻ പറയാറുണ്ട്. ഓക്കെ, എന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട്. മിക്കപ്പോഴും എന്തായാലും ദൈവത്തിൽ നിന്നും വരുന്നുവെന്ന് തോന്നുന്ന ചിന്തകൾ ഉത്തരങ്ങളെയല്ല. അപ്പൊ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ ധ്യാനിക്കുന്ന സമയത്തോ ഒക്കെ അല്ലെങ്കിൽ സമയത്ത് ഈ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് വിഷമിച്ച സമയത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ചിന്തകൾ വരും. അത് ഉത്തരങ്ങളാണെന്നാണ് വിചാരിക്കാറ് സാധ്യത. പക്ഷേ ഇവിടെ പറയുന്നു അത് ഉത്തരങ്ങളേ അല്ല. എന്താണത്? അവ സതുദ്ദേശത്തോടെയുള്ള അബോധമായ ന്യായീകരണങ്ങളാണെന്ന് തെളിയുന്നു. അതായത് നമ്മളുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് സതുദ്ദേശപരമായിട്ടുള്ള, നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം നടപ്പിലാക്കണം, അതിനുവേണ്ടി ഒരു പ്രത്യേക ആഗ്രഹം ആണെന്ന് കഴിഞ്ഞു. അപ്പൊ അത് ദൈവേച്ഛ അല്ല എന്നാണ് പറയുന്നത്. ദൈവത്തോടുള്ള ഇത്തരം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യപ്പെടലുകളിലൂടെ ജീവിതം കണിശതയോടെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന ഒരു അംഗം അല്ലെങ്കിൽ തീർച്ചയായും ഏതൊരു വ്യക്തിയും, പ്രത്യേകിച്ചും ഒരു അസ്വസ്ഥനായ വ്യക്തിയായി. അപ്പൊ അങ്ങനെ എല്ലാ കാര്യവും ദൈവത്തോട് ചോദിച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പൊ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ കിട്ടുന്ന ഉത്തരമാണ് ശരി എന്ന് വിചാരിച്ചിട്ട് പെരുമാറുന്ന ഒരു വ്യക്തി, അയാൾ അസ്വസ്ഥനായിരിക്കും. ഇനി നോക്കാം എന്താ അതിന്റെ ഇത്. തന്റെ പ്രവൃത്തികളെ ആരെങ്കിലും വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും മാർഗനിർദ്ദേശത്തിനും വേണ്ടി പ്രാർത്ഥനയിലുള്ള തന്റെ വിശ്വാസം ഉടൻ തന്നെ അയാൾ പ്രകടമാക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും അതിനെ വിമർശിച്ച, ചിലപ്പോൾ എന്റെ വൈഫായിരിക്കാം, നിങ്ങൾ ഈ പോണത് മണ്ടത്തറാണ്, അത് ചെയ്യാൻ പാട്ട്, ഞാൻ എന്താ ചെയ്യാ, ഇതൊക്കെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയ വെളിപാടുകളാണ് എന്ന രീതിയിൽ ഞാൻ ന്യായീകരിക്കാം. ഞാൻ അങ്ങനെ ന്യായീകരിക്കാറില്ല, പക്ഷെ യുക്തിക്ക് അനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും ഇതുപോലെ ചെയ്യാറുണ്ട്. ഇതുപോലെ എനിക്ക് എതിർപ്പുകൾ വരാറുണ്ട് സർവ്വസാധാരണ. അപ്പൊ പക്ഷെ അവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ദൈവേച്ഛയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ അബദ്ധവശാൽ ധരിക്കരുത്. പക്ഷെ അത് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ നടപ്പാക്കാനുള്ള ഒരു ന്യായീകരണം മാത്രം. യഥാർത്ഥത്തിൽ അത് ദൈവേച്ഛ ആയിക്കൊള്ളണം ആവില്ല എന്ന് തന്നെ പറഞ്ഞു, ആയിക്കൊള്ളണം എന്നതിൻ്റെ ആവില്ല. ഇനി അപ്പൊ അങ്ങനത്തെ വ്യക്തി എന്താണ്? അസ്വസ്ഥനായി. ഇനി അപ്പോഴാണ് ആരെങ്കിലും വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യം. തന്റെ തന്നെ അപ്രായോഗികമായ ചിന്തയും യുക്തിപരമായ കാരണങ്ങൾ കണ്ടെത്താനുള്ള മനുഷ്യന്റെ പ്രവണതയും ചേർന്ന് തന്റെ മാർഗനിർദ്ദേശത്തെ വളച്ചൊടിക്കാനുള്ള സാധ്യത അയാൾ മറന്നുപോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചില സാധ്യത ഉണ്ട്. കാരണം എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം നടപ്പാക്കാൻ എനിക്ക് തന്നെ, എൻ്റെ മനസ്സ് തന്നെ എന്നെ വഞ്ചിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അത് മിക്കവാറും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. കാരണം ആ പ്രകടമായ ആഗ്രഹമാണ്, അല്ലെങ്കിൽ വളരെ ഉത്കടമായ ആഗ്രഹം, പ്രകടമല്ല ഉത്കടമായ ആഗ്രഹം, ഏറ്റവും മികച്ച ഉദ്ദേശത്തോടെ ദൈവത്തിന്റെ നിയതമായ മാർഗനിർദ്ദേശത്തിലാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന ആശ്വാസകരമായ ഉറപ്പോടുകൂടി എല്ലാതരം സാഹചര്യങ്ങളിലും പ്രശ്നങ്ങളിലും തന്റെ ഇച്ഛാശക്തി പ്രയോഗിക്കുവാൻ അയാൾ ശ്രമിക്കുന്നു. അയാൾ എന്താ ചെയ്യണത്? അയാൾ ആക്ച്വലി അവനവന്റെ തന്നെ ഇച്ഛയെ ഇതൊക്കെ ദൈവം തരുന്ന മാർഗനിർദ്ദേശങ്ങളാണെന്ന് സ്വയം ധരിച്ച് പ്രവർത്തിക്കാനായിട്ട് അയാൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇത്തരം ഒരു മിഥ്യാധാരണയിൽ, അത് അവസാനത്തെ പിന്നത്തെ വാചകമാണ്, ഇത്തരം ഒരു മിഥ്യാധാരണയിൽ അയാൾക്ക് ഒരിക്കലും അയാൾ സ്വപ്നത്തിൽ പോലും നനയ്ക്കാത്ത തരത്തിലുള്ള വിനാശം വരുത്തി വെക്കാൻ കഴിയും. ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെയാണ് സ്വയം വിനാശം ഉണ്ടാവും. അത് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കും. കാരണം ദൈവേച്ഛയാണ് തെറ്റിദ്ധരിച്ചിട്ട് സ്വന്തം ഇച്ഛയും സ്വന്തം ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ദൈവേച്ഛയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടോ അല്ലെങ്കിൽ അറിയാതെ, അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് സംഭവിക്കാൻ പോകുന്നത് വിനാശമാണ്.
ഇത്രയാണ് അപ്പൊ ഈ ഇതിലുള്ളത്. അതായത് നമ്മുടെ ഹൂസ് വിൽ എന്നാണ്, അത് ദൈവത്തിന്റെ ഇച്ഛയാണോ സ്വന്തം ഇച്ഛയാണോ എന്നാണ് അതിന്റെ ചോദ്യം. ഇത് പല രീതിയിലുള്ള പ്രാർത്ഥനയിലും ധ്യാനത്തിലും കൂടെയൊക്കെ നമ്മൾ വളരുമ്പോൾ നമ്മളെ വാൺ ചെയ്യാൻ, ഈ 11ാം പടി എന്ന് പറഞ്ഞാൽ വളർച്ചയുടെ പടിയാണ്. ഗ്രോത്ത് സ്റ്റെപ്സ് ആണ് 11th and 12th സ്റ്റെപ്സ്. അപ്പൊ നമുക്ക് വളർച്ചയിലൂടെ നമ്മൾ വരുമ്പോൾ നമ്മൾക്ക് വരാവുന്ന പല പിഴവുകളും, ആ പിഴവുകള് ചിലപ്പോൾ സർവനാശത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ആ നയിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സൂചനയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ 11ാം പടിയിൽ ഞാൻ എത്തി, എനിക്ക് കിട്ടുന്ന എല്ലാം വെളിപാടുകളാണ്, അതെല്ലാം ദൈവം പറഞ്ഞാണെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട അല്ലെങ്കിൽ ന്യായീകരിക്കേണ്ട. ഇതൊക്കെ സംഭവങ്ങൾ, ഇതിനൊക്കെ വലിയ ഡേഞ്ചർ കിടക്കുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അവനവനെ തന്നെ തെറ്റി നോക്കാം. ഈ പേജ് സൂചിപ്പിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഹയർ പവർ, നമ്മളെക്കാൾ വലിയൊരു ശക്തി എന്നുള്ള ആ ഒരു. പിന്നെ പ്രയർ, പ്രാർത്ഥനയെ കുറിച്ച്. പിന്നെ സെൽഫ് റൈറ്റിയസ്, സ്വന്തമായിട്ടുള്ള യുക്തിബോധത്തിൽ കൂടെ വരുന്ന ആ ഒരു ന്യായീകരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു നീതിയുക്തമാണെന്ന് സ്വയം മനസ്സിലാക്കുന്നത്. വിൽ, ഇച്ഛ, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു. അടുത്ത പേജിലേക്ക് പോകാം ചേട്ടാ, ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവരും വളരെ ഇന്റലക്ച്വൽസ് ആണല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരാ. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, ആണ് തീർച്ചയായിട്ടും. നമ്മളാരും ബിലോ ആവറേജ് അല്ല, നമ്മളൊക്കെ ഹൈ ആവറേജ്, എബവ് ആവറേജ്, എന്താ പറയാ, എക്സംപ്ലറി ഫെലോസ്. പേജ് 171, ഡിവിഡൻസ് ആൻഡ് മിസ്റ്ററീസ്. ഇത് നല്ല രസകരമായ ഒരു കാര്യമാണ്. ഞാൻ വായിച്ചു കഴിഞ്ഞില്ല, ലെറ്ററാണ്, എനിക്ക് ഓർമ്മയില്ല, പണ്ട് വായിച്ചാണ്, പക്ഷെ ഓർമ്മയില്ല. അപ്പൊ ഡിവിഡൻസ് ആൻഡ് മിസ്റ്ററീസ്. ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ കിഴിവുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ മിസ്റ്ററികൾ, നമുക്കറിയില്ല, വരാൻ പോണ കാര്യങ്ങളെ കുറിച്ചുള്ള വേറെ പല കാര്യവും അറിയില്ല. അങ്ങനെ ഉള്ള ചിലതിനെ കുറിച്ചാണ് പറയാൻ പോണത്. നോക്കാം എന്താണ് ബിൽഡപ്പിൾ പറയുന്നത്. ഇത് 2 ലെറ്ററുകളാണ്. 2 ലെറ്ററുകൾ എന്ന് പറഞ്ഞാൽ ആരോ അയച്ച ലെറ്ററിന് ഇദ്ദേഹം അയച്ച മറുപടികളാണ്. ഒന്ന് ആദ്യത്തെ കൊടുത്തിട്ടത് 1966 സംഭവിച്ചതും, രണ്ടാമത് 1955. നോക്കാം എന്താ. The AA preoccupation with sobriety is sometimes misunderstood. To some, this single virtue appears to be the sole dividend of our fellowship. We are thought to be dried up drunks who otherwise have changed little or not at all for the better. Such a surmise widely misses the truth. We know that permanent sobriety can be attained only by a most revolutionary change in the life and outlook of the individual, by a spiritual awakening that can banish the desire to drink. ഗംഭീരാണ്. ഇത് ആരോ അയച്ച ഒരു ചില ചോദ്യങ്ങളൊക്കെ ആയിട്ടുള്ള എന്താ പറയാ, മറുപടി ആയിട്ട് അയച്ച. നോക്കാം എന്താ. The AA preoccupation with sobriety, അതായത് എയുടെ എന്തിലാണ് മുഴുകിയിരിക്കുന്നത് ശരിക്ക്, ഇല്ലെങ്കിൽ എന്താണോ എയുടെ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ എ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊക്കെ ആണ് ഇതിൽ ഈ പ്രിയോക്കുപേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ അതിൽ തന്നെ മുഴുകിയിരിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ എയിലുള്ള നമ്മളുടെ ഈ മുഴുകിയിരിക്കില്ലേ വിത്ത് സൊബ്രൈറ്റി, എന്തിനു വേണ്ടിയിട്ട്, നമ്മളുടെ സുബോധത്തിന്
ആയിട്ടുള്ള എല്ലാ മുഴുകിയിരിക്കല് ഈ സംടൈംസ് മിസ്അണ്ടർസ്റ്റുഡ്, ചില സമയത്തും അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ടു സം, ചിലവർക്ക് ദി സിംഗിൾ വെർച്യൂ അപ്പിയേഴ്സ് ടു ബി ദ സോൾ ഡിവിഡൻഡ് ഓഫ് അവർ ഫെലോഷിപ്പ്. ചിലവർക്ക് ഇത് എന്താണ് എന്നുണ്ടെങ്കിൽ ഇതാണ് ആകെയുള്ള ഒരു ലാഭം. ലാഭം എന്നോ എന്താ പറയണ്ട, നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ്, നമുക്ക് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു കാര്യം. നമ്മളുടെ ഫെലോഷിപ്പ് എന്ന് കിട്ടുന്ന ആകെയുള്ള ഒരു മെച്ചപ്പെട്ട കാര്യം ഇതാണെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. വി ആർ taught to be dried up drunks who otherwise have changed little. നമ്മൾ ചിന്തിക്കുന്നത് നമ്മള് ഡ്രൈഡ് അപ്പ് ഡ്രങ്ക്സ് ആണ്, അതായത് കുടിയിൽ നിന്ന് വിമുക്തരായ ആൾക്കാരാണ്, മദ്യം ഉപയോഗിക്കുന്നില്ല, ഡ്രൈ ആണ്. ഡ്രൈഡ് അപ്പ് ഹു അതർവൈസ് ഹാവ് ചേഞ്ച്ഡ് ലിറ്റിൽ, അല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റവും വരാത്ത വെറും കുടിയിൽ നിന്ന് മാത്രം മാറി നിൽക്കുന്ന ആൾക്കാരാണ്. ഓർ നോട്ട് അറ്റ് ഓൾ, അല്ലെങ്കിൽ നോട്ട് അറ്റ് ഓൾ ഫോർ ദ ബെറ്റർ, അല്ലെങ്കിൽ ടോട്ടലി ഒന്നിനും മെച്ചപ്പെട്ട കാര്യങ്ങളിലേക്ക് ജീവിതം നയിക്കാനുള്ള യാതൊരു പരിശ്രമങ്ങളും ഒന്നും ചെയ്യാതെ കുടിയിൽ നിന്ന് മാറി നിൽക്കുക മാത്രം ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണെന്നാണ് പറയുന്നത്. സച്ച് സർമൈസ് വൈഡ്ലി മിസ്സസ് ദ ട്രൂത്ത്. അങ്ങനെ ഒരു കാര്യങ്ങളെ എന്താ പറയുക അപഗ്രഥിച്ച് കാണുന്നത് ശരിക്കും സത്യത്തിനെ നമ്മൾ എന്താ പറയുക മിസ് ചെയ്യാണ് ചെയ്യുന്നത്. വി ആർ നോട്ട് ഏബിൾ ടു എന്താ പറയുക സീ ദ ട്രൂത്ത്, നമ്മളതിനെ മിസ് ചെയ്തു പോകുന്നു. മിസ് എന്നുള്ളതിനൊക്കെ എന്താ പറയുക, വി നോ ദാറ്റ് പെർമനന്റ് sobriety can be attained only by a most revolutionary change in the life and outlook of the individual, by a spiritual awakening that can banish the desire to drink. അപ്പൊ നമ്മളിൽ ഈ മദ്യപാനത്തിനോടുള്ള ആഗ്രഹം എന്താ പറയാ അതിനെ നശിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള ആത്മീയമായ ഒരു ഉണർവ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു പെർമനന്റ് സോബ്രൈറ്റി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾക്ക് ഒരു ആത്മീയ ഉണർവ് ലഭിക്കുന്നതിലൂടെ മാത്രമേ പെർമനന്റ് സോബ്രൈറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് അതിന്റെ ആശയം. അത് എവിടെ പ്രതിഫലിക്കണം? ദ ലൈഫ് ആൻഡ് ഔട്ട്ലുക്ക് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരാളുടെ പുറംകാഴ്ചയിലും അതുപോലെ ജീവിതത്തിലും ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ കൂടെ വരുന്ന ആ ഒരു ക്വാളിറ്റി, അങ്ങനത്തെവർക്ക് പെർമനന്റ് സോബ്രൈറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പറഞ്ഞത്. ഓക്കെ, ആർക്കോ ഒരു ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും മീറ്റിങ്ങുകൾ മാത്രം മതിയോ മതിയോ, അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും മീറ്റിങ്ങുകൾ മാത്രം മതിയാവില്ല, ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട്, ആത്മീയ ഉണർവിന്റെ ആവശ്യം ഇതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടാവണം. അറിയില്ല എന്താണ് ലെറ്ററിന്റെ കോൺടെക്സ്റ്റ് അറിയില്ല. ഓക്കെ, ഇനി അപ്പൊ ഡിവിഡൻസിനെ കുറിച്ച് പറഞ്ഞു, ഇനി മിഷണറീസിനെ കുറിച്ച് എനിക്ക് അടുത്ത് പറയും. അടുത്ത ഭാഗം 1955 ആർക്കും അയച്ച മറുപടിയുടെ ഭാഗം. യു ആർ ആസ്കിങ് യുവർ സെൽഫ്, all of us must, who am I, where am I, whence do I. അപ്പോൾ ഒരാളോട് പറയുന്നത് യു ആർ ആസ്കിങ് യുവർ സെൽഫ്, നിങ്ങളോട് തന്നെ ചോദിക്കണം. അതിന്റെ കൂടെ പറഞ്ഞു ഓൾ ഓഫ് us must, നമ്മൾ എല്ലാവരും അത് ചെയ്യേണ്ടതാണ്. എന്താണ്? ഹൂ ആം ഐ, ഞാൻ ആരാണ്, വേർ ആം ഐ, എവിടെയാണ് ഞാനിപ്പോൾ, വെൻസ് ഡു ഐ, എവിടേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോ അത് അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ പോകുന്നത്. വെൻസ് എന്നുള്ള വാക്കിന്റെ അതൊരു ആർക്കേക്ക് യൂസ് ആണ്. അപ്പോ രണ്ട് രീതിയിലും അതിനെ കാണാറുണ്ട്. എവിടുന്നാണ്, അല്ലെങ്കിൽ എവിടുന്നെന്ന് പറയില്ലേ, നമ്മൾ എവിടുന്നാണ് പോകുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങുന്നാണ്, ആണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് ഈ മൂന്ന് കാര്യങ്ങളും നമ്മളൊക്കെ ചോദിക്കണം. ആരാണ് ഞാൻ ആരാണ്, എവിടെയാണ് ഞാൻ എവിടേക്കാണ് ഞാനീ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ എന്നുള്ളതിന് അതുകൊണ്ടല്ലോ എങ്ങനെയെന്ന് നമ്മൾ ചോദിക്കുന്നത്.
എങ്ങനെയാണ് നമ്മൾ ഇത് കൂടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യം. ദ പ്രോസസ് ഓഫ് എൻലൈറ്റ്മെന്റ് ഈസ് യൂഷ്വലി സ്ലോ. അതായത് ഒരാൾക്ക് കിട്ടുന്ന ആ ആത്മീയമായ ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു ബോധോദയം അല്ലെങ്കിൽ തിരിച്ചറിവ് എന്നൊക്കെ പറയാം എൻലൈറ്റ്മെന്റ്. എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധോദയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദ പ്രോസസ് ഓഫ് എൻലൈറ്റൻമെന്റ് ഈസ് യൂഷ്വലി സ്ലോ. വളരെ സാധാരണഗതിയിൽ അത് പതുക്കെയാണ്. ബട്ട് ഇൻ ദ എൻഡ് അവർ സീക്കിംഗ് ഓൾവേസ് ബ്രിങ് എ ഫൈൻഡിങ്. അവസാനം നമ്മൾ ബട്ട് ഇൻ ദ എൻഡ് നമ്മൾ ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ സീക്കിംഗ് ഓൾവേസ് ബ്രിങ് എ ഫൈൻഡിങ്. നമ്മൾ ഈ അന്വേഷിക്കുന്നതിനൊക്കെ നമുക്ക് ഒരു ഉത്തരം കിട്ടാം, അല്ലെങ്കിൽ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന പറയുന്നത് അത് തന്നെയാണിത്. അപ്പൊ നമ്മൾ എന്തൊക്കെ അന്വേഷിക്കുന്നു അവിടെ നമ്മൾ ആ കാര്യം കണ്ടെത്തുന്നു, ഒരു ഉത്തരം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തുന്നുണ്ട്. എന്താണ് അന്വേഷിക്കുന്നത്? ദീസ് ഗ്രേറ്റ് മിസ്റ്ററീസ് ആർ ആഫ്റ്റർ ഓൾ എൻഷ്രൈൻഡ് ഇൻ കംപ്ലീറ്റ് സിംപ്ലിസിറ്റി. അപ്പൊ ഈ രീതിയിലുള്ള മിസ്റ്ററികള്, എന്താ പറയാ, മിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലാത്ത പല കാര്യങ്ങളും, അത് ചിലപ്പോ അയാഥാർത്ഥ്യമായിരിക്കാം, എന്താ പറയാ, രഹസ്യ സ്വഭാവമുള്ളതാവാം, ഒക്കെ ആയിരിക്കാം. അപ്പൊ ഇങ്ങനത്തെ മിസ്റ്ററീസ് നമുക്കറിയാത്ത കാര്യങ്ങൾ, അതാണ് കാര്യം. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അപ്പൊ രഹസ്യ സ്വഭാവം ഉള്ളത്, നിഗൂഢത എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനത്തെ നിഗൂഢതകള് അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ ആഫ്റ്റർ ഓൾ എൻഷ്രൈൻഡ് ഇൻ കംപ്ലീറ്റ് സിംപ്ലിസിറ്റി. ഇതെല്ലാം സാധാരണഗതിയിൽ എപ്പോഴും എന്തായിരിക്കും, സാധാരണഗതിയിൽ അത് കൊത്തിവെച്ചിട്ടുള്ളതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കംപ്ലീറ്റ് സിംപ്ലിസിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനത്തെ ഈ നിഗൂഢതകൾ എന്തൊക്കെ ചിലപ്പോൾ നമ്മൾ വളരെ ചിന്തിച്ച് കോംപ്ലിക്കേറ്റ് ചെയ്യും, അത് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ള. പക്ഷെ അതൊന്നും ആയിരിക്കില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് അറിയാത്തതായിരിക്കാം. ദ വില്ലിംഗ്നെസ് ടു ഗ്രോ ഈസ് ദ എസൻസ് ഓഫ് ഓൾ സ്പിരിച്വൽ ഡെവലപ്മെന്റ്. അപ്പൊ എല്ലാ സ്പിരിച്വൽ ഡെവലപ്മെന്റിന്റെയും സീക്രട്ട് എന്താണെന്നുണ്ടെങ്കിൽ, മിസ്റ്ററി എന്താണെന്നുണ്ടെങ്കിൽ വില്ലിംഗ്നെസ് ടു ഗ്രോ. വില്ലിംഗ്നെസ് ഈസ് ദ കീ എന്ന് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വില്ലിംഗ്നെസ് ആണ് ഇവിടുത്തെ അതിന്റെ എല്ലാ രഹസ്യവും. അതാണ് അതിന്റെ എസൻസ്. സ്പിരിച്വൽ ഗ്രോത്തിന്, സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ വളരെ മുഖ്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ കിട്ടുന്നതാണ്. നമ്മൾ ആക്ച്വലി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താണ് എന്നുണ്ടെങ്കിൽ, അത് വലിയ വലിയ മെഡിറ്റേഷനും ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരും അതിലൊക്കെ വളരെയധികം പ്രോഗ്രസ് ചെയ്ത ആൾക്കാരും പറയുന്നതാണ് അവനവനെ തന്നെ കണ്ടെത്തുക, അല്ലേ? ഇവിടെ ആ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ട്രൂ മെഡിറ്റേഷനിൽ കൂടെ ചോദിക്കുന്നത് എന്താണ്? ഹൂ ആം ഐ, ഞാൻ ആര്? അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ആ സ്പിരിറ്റിനെ, ആ ആത്മാവിനെ കണ്ടെത്തുന്ന ഒരു പ്രക്രിയയിലേക്കാണ്. വളരെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ലോജിക്കലാണോ എന്ന് മാത്രമല്ല, വളരെ ഉന്നതമായ ഒരു തലത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോ എന്നിട്ട് പറയാണ്, അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഹൂ ആം ഐ, വേർ ആം ഐ, വെൻസ് ഡു ഐ. ഈ മൂന്ന് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ഉള്ളിൽ ചോദിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെയാണ് നമ്മൾക്ക് വരുന്ന എൻലൈറ്റൻമെന്റ് വരികയാണെങ്കിൽ വരാം. നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞു, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടെങ്കിൽ മാത്രമേ മദ്യത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിന് മുമ്പത്തെ പാരഗ്രാഫിൽ പറഞ്ഞു, കഴിഞ്ഞ ലെറ്റർ നിന്ന് ഉദ്ധരിച്ച ഭാഗം. ആ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടെങ്കിൽ മാത്രമേ പെർമനന്റ് ആയിട്ടുള്ള പറഞ്ഞു. ഇവിടെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാണ്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വയം ചിന്തിക്കുമ്പോൾ നോക്കേണ്ട ഈ മൂന്ന് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദ പ്രോസസ് ഓഫ് എൻലൈറ്റൻമെന്റ് ഈസ് യൂഷ്വലി സ്ലോ. അപ്പൊ മെഡിറ്റേഷനിലെ വിശ്വാസം ഇല്ലാതെ ആൾക്കാർ വഴിയിൽ വെച്ച് ഇത്രയൊക്കെ ഉള്ളൂ, എനിക്കൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി പോകുന്നു വേണ്ട. അവനവന്റെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യത്തിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. എന്നിട്ട് പറഞ്ഞ എന്താണ്? ഈസ് ഗ്രേറ്റ്, സോറി, അതിന് മുമ്പ് ബട്ട് ഇൻ ദ എൻഡ് അവർ സീക്കിംഗ് ഓൾവേസ് ബ്രിങ്സ് എ ഫൈൻഡിങ്. അപ്പൊ നിങ്ങൾ സ്ലോ ആണെങ്കിൽ കൂടി ക്ഷമയോടുകൂടി ഇരിക്കൂ. ഇൻ ദ എൻഡ് നിങ്ങൾ ആ ശ്രമങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തും എന്നുള്ള ഒരു ഇതിലേക്കാണ് എത്തുന്നത്. ദീസ് ജനറൽ മിസ്റ്ററീസ് ആർ ആഫ്റ്റർ ഓൾ എൻഷൈൻഡ് ഇൻ കംപ്ലീറ്റ് സിംപ്ലിസിറ്റി. ഇങ്ങനെയുള്ള നിഗൂഢമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളെ, രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ വളരെ സിമ്പിളായിരിക്കും, വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ദ വില്ലിങ്നെസ് ടു ഗ്രോ ഈസ് ദ എസൻസ് ഓഫ് ഓൾ സ്പിരിച്വൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഈ വില്ലിങ്നെസ് ആണ്, സന്നദ്ധത, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആഗ്രഹം, ഒരു പ്രാമുഖ്യം, സന്നദ്ധനാവല്, ഇതെല്ലാമാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള എസൻസ്, സത്ത. ഇതിന്റെ സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ആത്മീയമായ ഒരു പുരോഗതിയുടെയും ആത്മീയമായിട്ട് വളർച്ചയുടെയും. നോക്കാം ഈ പേജ് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഇൻഡിവിജ്വൽ ഗ്രോത്ത്, വ്യക്തിക്ക് വരുന്ന വളർച്ച. രണ്ട്, സ്പിരിച്വൽ അവേക്കനിങ് ഓർ എക്സ്പീരിയൻസ്, ആത്മീയമായ ഉണർവ് അല്ലെങ്കിൽ ആത്മീയമായ അനുഭവം. പിന്നെ വില്ലിങ്നെസ്, സന്നദ്ധതയെ കുറിച്ച്. ഇത് സെപ്റ്റംബർ 2 DR ഞാൻ ഇവിടെ പണ്ട് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോ ഇതില് സ്പിരിച്വൽ അവേക്കനിങ് ഓർ എക്സ്പീരിയൻസ്, സ്പിരിച്വൽ അവേക്കനിങ്ങിനെ കുറിച്ച് ആദ്യത്തെ പാരഗ്രാഫ്, സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ കുറിച്ച് രണ്ടാമത്തെ പാരഗ്രാഫില് പറയുന്നു. അതാണ് പറഞ്ഞ ദ പ്രോസസ് ഓഫ് എൻലൈറ്റൻമെന്റ് ഈസ് യൂഷ്വലി സ്ലോ. അത് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് വരുന്ന ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കണം, അതായിരിക്കണം പറയാനുള്ളത്. These great mysteries are after all enshrined in complete simplicity. Willingness to grow in sense of all spiritual. അതായിരിക്കണം സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നുള്ളതിലേക്ക് എത്തിയത്. ഓക്കെ, എന്താണെന്നറിയില്ല. ഇനി ഇതിലെന്തെങ്കിലും ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത്? ഞാനൊരു ചോദ്യം ചോദിക്കാം. എന്റെ പേര് ഷിബു, ഞാനൊരു ആൽക്കഹോളിക്. അപ്പൊ അതിനകത്ത് ചോദ്യം എന്ന് വെച്ചാൽ, ഈ അവേക്ക് എന്ന് പറയുന്നത്, അവേക്കണിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ ഉണരുക എന്നുള്ള രീതിയിലല്ലേ? അല്ലെങ്കിൽ ഓക്കെ, അതെ, നമ്മളെല്ലാവരും സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. സ്പിരിച്വാലിറ്റി എല്ലാവരുടെ ഉള്ളിലും ഉള്ളതാണ്. ആ സ്പിരിച്വാലിറ്റിയെ ഉണർത്തിയെടുക്കലാണ് നമ്മളുടെ ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. നമ്മുടെ ഈ 12 പടികളിലൂടെയുള്ള ജീവിതത്തിലൂടെ സ്പിരിച്വലായിട്ട് നമ്മൾ അവേക്കനാവും. സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ബോധോദയെന്നോ അല്ലെങ്കിൽ ഭിന്നപ്രീതിന് സംഭവിച്ച പോലെ ഒരു ആത്മീയമായ ഒരു അനുഭവമാണ്. പക്ഷെ ഇത് ആത്മീയമായ അനുഭവമല്ല, ഇതൊരു അനുഭവം തന്നെയാണ്, പക്ഷെ അത് സ്ലോലി വരുന്നതാണ്. അപ്പൊ ഇവിടെ അതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും അതേ ഉള്ളൂ. അടുത്ത പേജിലേക്ക് പോകാൻ ചേട്ടാ, നമുക്കിനി കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ. ഓക്കെ, നോക്കാം. പേജ് 172. ദിസ് മാറ്റർ ഓഫ് ഓണസ്റ്റി. ഈ പേരിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോ അതല്ല, ഇതൊരു ലെറ്റർ എന്ന് അടർത്തിരുത്തുന്ന 1966 ഒരു ലെറ്റർ. ആർക്കും അയച്ച മറുപടി. ദിസ് മാറ്റർ ഓഫ് ഓണസ്റ്റി, അതായത് സത്യസന്ധതയുടെ കാര്യമാണത്. Only God can fully know what absolute honesty is. Therefore, each of us has to conceive what the great ideal may be to the best of our ability. Fallible as all are and will be in this life, it would be presumption to suppose that we could ever really achieve absolute honesty. The best we can do is to strive for a better quality of honesty. Sometimes we need to place love ahead of indiscriminate factual honesty. We cannot, under the guise of perfect honesty, cruelly and unnecessarily hurt others. Always one must ask, what is the best and most loving thing I can do? ഇത് നമ്മളുടെ ഗ്രേറ്റ് കോഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏത് കോഡ് എന്താണ്? ലവ് ആൻഡ് ടോളറൻസ്.
അതിലേക്കാണ് ഇത് എത്തണത്. പക്ഷെ ഇത് എന്താണെന്നുള്ളത് ഇത് ആർക്കും അയച്ച ലെറ്ററിന്റെ ഭാഗം അല്ല. ഇപ്പൊ ഇതില് സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. ഓൺലി ഗാഡ് ക്യാൻ ഫുള്ളി നോ വാട്ട് അബ്സല്യൂട്ട് ഓണസ്റ്റി. പരിപൂർണമായ സത്യസന്ധത എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഓക്കെ. Therefore, each of us has to conceive what this great deal may be to the best of our ability. നമ്മൾ ഓരോരുത്തരും ഈച്ച് ഓഫ് us has to conceive, അങ്ങനെ നമ്മൾ അതിനെ ഉൾക്കൊള്ളണം, മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളണം. വാട്ട് ദിസ് ഗ്രേറ്റ് ഐഡിയൽ മേ ബി, ഇത്രയും വലിയ ഈ ഒരു തത്വം എന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം. ടു ദ ബെസ്റ്റ് ഓഫ് അവർ എബിലിറ്റി, നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ആ ഒരു നമ്മളെ കൊണ്ട് അതിപ്പോ കഴിയാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ഇതിനെ മനസ്സിലാക്കണം എന്നാണ് പറയേണ്ടത്. അപ്പൊ അത് കഴിയാവുന്ന അത്രല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം വലിയ ഒരു നമുക്കിപ്പോ തന്നെ അറിയാം. നമുക്ക് ഒരു കാര്യം അറിയാം, സത്യസന്ധത, പരമോന്നതമായ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും ഐഡിയലിസ്റ്റിക് ആണ് അല്ലേ. അതൊരു മാതൃകാപരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെയാണെന്ന് ഒരു, പക്ഷെ അത് സാധിക്കില്ല. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ രണ്ടുപേരും എഴുതിയിരിക്കണം. അപ്പൊ നമ്മൾ പക്ഷെ എന്നാലും അതിന്റെ ഉള്ളിലുള്ള ആ ഉത്കൃഷ്ടമായ ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് നമ്മൾ ഉൾക്കൊള്ളണം, നമുക്കറിയാവുന്ന പോലെ. ഇനി നെക്സ്റ്റ്, ഫാലിബിൾ ആസ് വി ഓൾ ആർ and will be in this life, it would be presumption to suppose that we could ever really achieve absolute honesty. നോക്കൂ, അതെന്താ അത്? അതായത് നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ മനുഷ്യർ, നമ്മൾ വെറും മോർട്ടൽസ് ആണ്. അപ്പൊ ഈ മോർട്ടൽസിന് സാധാരണഗതിയിൽ ഉള്ള ഒരു കാര്യമാണ്, നമുക്കൊരിക്കലും നമ്മൾ ദൈവമല്ലല്ലോ, നമ്മൾ ദൈവമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തെറ്റുപറ്റാവുന്നത്, ഫാലിബിൾ ആസ് വി ഓൾ ആർ, നമ്മൾ തെറ്റുപറ്റാവുന്നവരായതുകൊണ്ട്, ആൻഡ് വിൽ ബി ഇൻ ദിസ് ലൈഫ്, ഈ ജീവിതത്തിൽ തീർച്ചയായിട്ടും ആയിരിക്കും. ഇറ്റ് വുഡ് ബി പ്രിസംപ്ഷൻ ടു സപ്പോസ് ദാറ്റ് വി കുഡ് എവർ റിയലി അച്ചീവ് അബ്സല്യൂട്ട് ഓണസ്റ്റി. അതുകൊണ്ട് നമ്മളൊരു വെറുതെ അനുമാനിക്കണം. എന്ത്? നമ്മൾ പ്രസ്യൂം ചെയ്യണം, വെറുതെ ജസ്റ്റ് പ്രസ്യൂം ചെയ്യണം നമുക്ക് ആബ്സല്യൂട്ട് ഓണസ്റ്റി നമുക്ക് ലഭ്യമാകുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. വി ക്യാൻ അച്ചീവ് എന്നാണ് പറയുന്നത്, നമുക്കത് ലഭ്യമാകും, അല്ലെങ്കിൽ നമുക്കത് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും തന്നെയാണ് അതിന്റെ ആശയം, ആബ്സല്യൂട്ട് ഓണസ്റ്റി എന്നുള്ളത്. നമ്മളെ ബിഗ് ബുക്കിൽ 5-ാം അധ്യായത്തിൽ കൊടുത്തിട്ടില്ലേ, വി ആർ നോട്ട് സെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗത്തിനോട് ഏകദേശം ഇത് എന്താ പറയാ, യോജിക്കും. The best we can do is to strive for better quality of honesty. നമുക്ക് മാക്സിമം ചെയ്യാവുന്ന എന്താണെന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല കാര്യം നമുക്ക് ചെയ്യാവുന്ന എന്താണെങ്കിൽ, നമുക്ക് പരിശ്രമിക്കാം. എന്തിന്? നമ്മുടെ സത്യസന്ധതയെ കുറച്ചും കൂടി നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അത് നമുക്ക് ശ്രമിക്കാം. പണ്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരണം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഈ മീറ്റിങ്ങിലുള്ള ഷിബുവിനും അറിയുന്ന ആളാണ്. ഞങ്ങളുടെ അടുത്ത് മരിച്ചുപോയി. ഇപ്പോൾ എൻ്റെ നല്ല വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അയാള്, ഞാൻ പേര് പറയില്ല. അപ്പൊ ആ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട്, നമ്മൾ പുണ്യാളന്മാരെന്നല്ല എന്ന് പറയും. ഞാൻ പറയും, നമുക്ക് പുണ്യാളന്മാരല്ലെങ്കിൽ കൂടി, അത് ബിഗ് ബുക്ക് പറഞ്ഞിട്ടുണ്ടെന്ന പുള്ളി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പുണ്യാളന്മാർ അല്ലെങ്കിൽ കൂടി അവൻ ആവാൻ ശ്രമിക്കുന്നോണ്ട് വിരോധമില്ലല്ലോ. ഏകദേശം ആ ഒരു മീറ്ററിലാണ് അത് വരുന്നത്. സോ ദ ബെസ്റ്റ് വി ക്യാൻ ഡു ഈസ് ടു സ്ട്രൈവ് ഫോർ ബെറ്റർ ക്വാളിറ്റി ഓഫ് ഓണസ്റ്റി. നമുക്ക് ശ്രമിക്കാം, നമുക്ക് ഒരു മെച്ചപ്പെട്ട രീതിയിൽ നമ്മളുടെ ഗുണഗണങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാം. ഏത് ഓണസ്റ്റിയുടെ കാര്യത്തിൽ, സത്യസന്ധയുടെ കാര്യത്തിൽ, ആത്മാർത്ഥയുടെ കാര്യത്തിലും. ഇനി സംടൈംസ് വി നീഡ് ടു പ്ലേസ് ലവ് അഹെഡ് ഓഫ് ഇൻഡിസ്ക്രിമിനേറ്റ് ഫാക്ച്വൽ ഓണസ്റ്റി. ഇതൊരു വലിയ കാര്യം. യഥാർത്ഥത്തിലുള്ള സത്യസന്ധത, അതിന്റെ മുമ്പില് നമുക്ക് ചിലപ്പോ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ചിലപ്പോ ഇവനെ പ്രതിഷ്ഠിക്കേണ്ടി വരും. ആരെ? സ്നേഹത്തിൽ. ഇതെന്താ? ഒന്ന് നോക്കൂ, ആലോചിച്ചു.
എന്തേ പറഞ്ഞു. അപ്പൊ ആദ്യം ഓണസ്റ്റിയുടെ കാര്യത്തിൽ പറഞ്ഞു പെർഫെക്ഷൻ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുന്നു നമുക്ക് ചിലപ്പോ ഈ എന്താ പറയാ ഈ ഫാക്ച്വൽ ഓണസ്റ്റി, അതായത് ഒരു മിനിറ്റ്, ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ഫാക്ച്വൽ വെറും ഫാക്ച്വൽ ഓണസ്റ്റി അല്ല, യഥാർത്ഥത്തിലുള്ള സത്യസന്ധത, യഥാർത്ഥത്തിലുള്ള സത്യസന്ധത, അതിനെ നമ്മളൊരു വകതിരിവില്ലാതെ കാണണ്ടേ. ഇൻഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തിരിച്ച് തരംതിരിച്ച് കാണില്ല. ഇൻഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വകതിരിവില്ലാത്ത പെരുമാറ്റത്തൊക്കെ നമ്മൾ പറയും. അപ്പൊ വകതിരിവില്ലാതെ ഇത് യഥാർത്ഥത്തിലുള്ള സത്യസന്ധത ഇതാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ മനുഷ്യരോടുള്ള സ്നേഹവും ഇത് പരിഗണനയൊന്നും മറന്നു കളയരുതെന്ന്. അപ്പൊ ചില സമയത്ത് നമുക്ക് എന്ത് വേണ്ടി വരും? ചിലപ്പോ സ്നേഹത്തിന് ഈ സത്യസന്ധതയ്ക്കും കൂടി മുൻഗണന ക്രമത്തിൽ സ്നേഹത്തിന് കണക്കാക്കേണ്ടി വരും. അതാണ് വി കനോട്ട് അണ്ടർ ദ ഇൻഡിസ്ക്രിമിനേറ്റ് ഫാക്ച്വൽ ഓണസ്റ്റി. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഓണസ്റ്റിയേക്കാൾ കൂടുതലായിട്ട്, അതായത് വകതിരിവില്ലാത്ത യഥാർത്ഥത്തിലുള്ള ഈ ഓണസ്റ്റിയേക്കാൾ കൂടുതലായിട്ട് നമുക്ക് സംടൈംസ് വി നീഡ് ടു പ്ലേസ് ലവ്. ഇതിനേക്കാളും മുമ്പിലായിട്ട് നമുക്ക് പലപ്പോഴും ലവിനെയാണ്, സ്നേഹത്തിനെയാണ് നമുക്ക് പ്രതിഷ്ഠിക്കേണ്ടി വരിക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയോ we cannot under the guise of perfect honesty cruelly and unnecessarily hurt others. അതെ, under the guise of, അതായത് പെർഫെക്റ്റ് ഓണസ്റ്റിയാണ്, ഞാൻ ഏറ്റവും വലിയ സത്യസന്ധത ഈ ഒരു കാര്യമാണ് എന്നുള്ള ഒരു ഭാവത്തിൽ, അല്ലെങ്കിൽ ഒരു അഭിനയത്തിൽ, അല്ലെങ്കിൽ അങ്ങനൊരു ഭാവത്തിൽ തന്നെ ഇവിടെ ഗൈസ് ഉള്ളൊരു വരുന്നത്. അപ്പൊ അങ്ങനൊരു ഭാവത്തിൽ നമ്മള് എന്താ പറയാ, ക്രൂവലി ആൻഡ് അൺനെസറിലി ഹർട്ട് അതേഴ്സ്, അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ക്രൂരതയോടുകൂടി ആവശ്യമില്ലാതെയും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ മനസ്സിനാവും ഈ വേദനയൊക്കെ കിട്ടുന്നത്. ചിലപ്പോ സത്യസന്ധതയാണെന്നുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തം വിളിച്ചു പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതായത് ഇതിന് വലിയൊരു ഉദാഹരണം തന്നെ ഈ ഓപ്പൺ മൈൻഡഡ്നെസ് എന്നുള്ള കാര്യം ഞാൻ ആദ്യകാലത്ത് തെറ്റിദ്ധരിച്ചു. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയലാണ് ഓപ്പൺ മൈൻഡഡ്നെസ് എന്നാണ് ഞാൻ വിചാരിച്ചു. എനിക്ക് പിന്നെ മനസ്സിലായത് അല്ല ഓപ്പൺ മൈൻഡ്. അപ്പൊ ഞാൻ ആ സമയത്ത് എന്താണ്, പല സത്യങ്ങളും, പലരെയും വേദനിപ്പിക്കാവുന്ന രീതിയിലുള്ള പല സത്യങ്ങളും അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ വലിയ കേമനായിട്ട് നടക്കി, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ സത്യം പറയുന്ന ആളാണ്. വേറെ എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ അവിടെ മൂടി വെക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിനെ നോക്കാൻ ഞാൻ തയ്യാറ് പോലെ ആയിരുന്നു. അത് പിന്നെ ഏറെ പ്രോഗ്രാമിൽ കൂടെ വന്ന് പടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതൊക്കെ മനസ്സിലായത്. 4ഉം 5ഉം പടികളിലൊക്കെ വെച്ചിട്ടാണ് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങി. അല്ലെങ്കിൽ 1ാം പടിയിലത്തെ അനിയന്ത്രിതാവസ്ഥയെ കുറിച്ചിട്ട് കണ്ടപ്പോഴാണ്, ശ്രദ്ധിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോ അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിരുന്നത് എന്താണെന്ന്, പല സത്യങ്ങളും അത് ചിലപ്പോൾ ചിലർക്ക് സത്യമായിരുന്നുണ്ടാവും, പക്ഷെ അത് വകതിരിവില്ലാതെ തന്നെ പറഞ്ഞിരുന്നു മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യം. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പലരും വേദനിപ്പിച്ചിരുന്നു. അങ്ങനത്തെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, എഴുതണം. We cannot under the guise of perfect honesty cruelly and unnecessarily hurt others. ഇനിയോ always one must ask. ഇതിനൊക്കെ മുമ്പായിട്ട് ഒരാൾ ചോദിക്കണം. എന്ത് ചോദിക്കണം? വാട്ട് ഈസ് ദ ബെസ്റ്റ്, അവനവനോട് ചോദിക്കാനുള്ള, വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ലവിങ് തിങ് ഐ ക്യാൻ. ഏറ്റവും മെച്ചപ്പെട്ടതും ഏറ്റവും നല്ലതും അതേപോലെ ഏറ്റവും സ്നേഹമസൃണമായിട്ടുള്ള കാര്യം എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കണം അവനവനോട്. ഇവിടെയാണ് നമ്മളെ തിങ്ക് എന്നുള്ളതിൻ്റെയൊക്കെ ആവശ്യം എനിക്ക് മനസ്സിലാവും. ഞാൻ തിങ്ക് എന്നുള്ളതിനെ ഞാൻ പ്രയോഗിക്കുന്നത് മെയിൻലി, പല സമയത്തും വേറെ ചില സന്ദർഭങ്ങൾ വേറെ ചില രീതിയിലും പതിവുണ്ട് കോണ്ടെക്സ്റ്റില്. പക്ഷെ പല സന്ദർഭങ്ങളിലും ഞാൻ ചെയ്യാറുള്ളത്, സിറ്റുവേഷൻസ് വരുമ്പോൾ അതിൽ പ്രതികരിക്കുന്നതിന് മുമ്പായിട്ട് പലപ്പോഴും തിങ്ക് എന്നുള്ളതിനെ ആദ്യത്തെ തിങ്കല് ഞാൻ ചിന്തിക്കാറുള്ളത്, ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടോ ആർക്കെങ്കിലും ഉപദ്രവമുണ്ടോ, ദോഷമുണ്ടോ?
അല്ലെങ്കിൽ ആരെങ്കിലും അത് വേദനിക്കും എന്നുള്ളത് ആദ്യത്തെ തിങ്. രണ്ടാമത്തെ തിങ്, ഞാൻ അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ട്. മൂന്നാമത്തെ തിങ്, എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ, അത് ചിലപ്പോൾ ഞാനും ആയിരിക്കും, അതിൽ ഞാനും പെടും. ആ പ്രയോജനം രണ്ടാമത്തെ. മൂന്നാമത്തെ തിങ്ക്, ഇനി അങ്ങനെ ഒരു കാര്യം പ്രയോജനമുള്ള കാര്യമാണെങ്കിൽ തന്നെ ആ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ പറയേണ്ടതോ ആയിട്ടുള്ള ആ കാര്യം, ആ വസ്തുത, ആ കാര്യം ഇപ്പോൾ ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയേണ്ടതാണ്. ഈ മൂന്ന് തിങ്ക് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളിലും ബിൽഡബ്ല്യു വേറൊരു അവസരത്തിൽ പറഞ്ഞ നമ്മളുടെ കീപ്പിംഗ് റെസ്ട്രെയിൻഡ് ഓഫ് അവർ പെൻ ആൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് പെന്നാണ്, ഇന്നിപ്പോ വേണമെങ്കിൽ വാട്സാപ്പിൽ ടൈപ്പിംഗ് എന്ന് പറയാം. അപ്പൊ പലപ്പോഴും മറുപടി കൊടുക്കാനാണ്, അതിലൊക്കെ നമ്മൾ റെസ്ട്രെയിൻ ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം. അത് വളരെ അത് നമുക്ക് വളർന്നു വരുമ്പോൾ പ്രോഗ്രാമിൽ കൂടെ ജീവിക്കുമ്പോൾ വളർന്നു വരുന്ന കിട്ടുന്ന ഒരു ഗുണഗണങ്ങളിൽ ഒന്നാണ് അത് ഒക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ ഈവൻ സത്യമാണെങ്കിൽ കൂടി പലപ്പോഴും നമ്മൾ ചില സമയത്ത് അത് അപ്പോൾ പറയേണ്ടതാണെങ്കിൽ മാത്രമേ നമ്മൾ പറയേണ്ടത്. ഇതിന് മലയാളത്തിൻ്റെ ഒരു പഴയൊരു ഇതുണ്ട്, എന്താണ്, സംസ്കൃതത്തിലുള്ള ഇതാണ്, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. സത്യം പറയുക, പ്രിയമായിട്ടുള്ള സത്യം മാത്രം പറയുക, അപ്രിയമായ സത്യം പറയണ്ട. അപ്രിയം എന്ന് അതിനർത്ഥം നമ്മൾ നുണ പറയണമെന്നോ സത്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നോ അല്ല. ആ സമയത്ത് ചിലപ്പോൾ പറയേണ്ട ആവശ്യം ഉണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആൾക്കാർക്ക് മറ്റുള്ളവരെ അത് വേദനിപ്പിക്കൽ മാത്രമാവും ഉണ്ടാവുക. അതുകൊണ്ടൊരു അപകടം വരുന്നതോ അല്ലെങ്കിൽ ഒരു അനീതി വരുമ്പോഴോ സത്യം വിളിച്ച് പറയേണ്ടതെന്നല്ല പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ ഒരു വകതിരിവ് വേണം. അവിടെയാണ് ഈ പറഞ്ഞ വകതിരിവില്ലാതെ എന്നുള്ള ഒരു വാക്കന്നെ ഇവിടെ പറഞ്ഞു. ഇതിനൊക്കെ കാരണം എന്താണ്? ഫാലിബിൾ ആസ് വി ഓൾ ആർ. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളവരാണ്, തെറ്റ് ചെയ്യുന്നവരുമാണ് നമ്മളൊക്കെ. അപ്പൊ വേറൊരാളുടെ കാര്യത്തിന് മാത്രം വരുമ്പോൾ വിളിച്ചു പറയുന്ന കാര്യം, അതൊക്കെ കുറച്ച് വകതിരിവോട് ചിന്തിച്ച് വേണം ചെയ്യണം എന്നുള്ള നല്ലൊരു കാര്യമാണ് ബിൽഡബ്ല്യു ആർക്കോ അയച്ച കത്തിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ഇതിനോട് ചേർക്കാൻ? ആയിട്ടില്ല. ഇത് പറയാൻ പറഞ്ഞു. ഈ പേജ് സൂചിപ്പിക്കുന്നത് ഒന്ന് ഓണസ്റ്റി, സത്യസന്ധത അല്ലെങ്കിൽ ആത്മാർത്ഥത. 2 ലവ്, സ്നേഹം. 3 പെർഫെക്ഷനിസം, അതായത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുള്ളൂ എന്നുള്ള ഒരു പെർഫെക്ഷനിസം ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ പ്രശ്നം വരും. ഞാനൊക്കെ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഒരുവിധം, ഭയങ്കര പെർഫെക്ഷനിലിസ്റ്റ്. അപ്പൊ ആ പെർഫെക്ഷനിലിസം വരുമ്പോൾ എന്ത് പറ്റും? എല്ലാ സത്യങ്ങളും വിളിച്ച് പറഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു ഇതിൽ നിൽക്കും. അവിടെ യാതൊരു രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഞാനായിരുന്നില്ല. അതിൻ്റെയൊക്കെ പല വിഷമങ്ങളും എനിക്ക് തന്നെ അത് ബൂമറാങ് പോലെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇനി തിരിച്ചടിച്ചാലും ഇല്ലെങ്കിലും പിന്നീട് അത് തിരിച്ചറിവ് വന്നിട്ട് തന്നെയല്ല ചെയ്യുന്നത്. ഹായ് അശോകൻ ചേട്ടൻ, എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. എൻ്റെ പേര് അലക്സ്, ഞാനൊരു അമിതമദ്യപാനിയാണ്. എയുടെ സഹായത്തിരുന്ന ദിവസം മദ്യപിക്കില്ല, ഒരു ദിവസം ഉപയോഗിക്കുക ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ മൈൻഡ്നെസ്സിനെ കുറിച്ചാണ്. ഹായ് ഓപ്പൺ മൈൻഡ്നെസ്സിനെ കുറിച്ചാണ്. സാർ പറയുണ്ടായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഓപ്പൺ മൈൻഡ്, അതായത് തുറന്ന് പറയണോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഉണ്ടായത്. കാരണം എന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ ഞാൻ സുബോധവാനായിരിക്കുമ്പോൾ, ഇപ്പം സുബോധവാന്മാർ മദ്യപിക്കാത്ത വേറൊരാൾ, ഇദ്ദേഹം വരെ മദ്യപിച്ചിട്ടില്ല, അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ എൻ്റെ അളിയനായിരിക്കാം. അപ്പം അദ്ദേഹം സംസാരിക്കുമ്പോൾ ചില സമയത്ത് വീഡിയോ കോളിൽ ഒക്കെ വിളിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാറില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. അപ്പോൾ എനിക്കത് ചില സമയത്ത് അത് ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. അതായത് ഞാൻ ഓപ്പൺ മൈൻഡായിട്ട് മദ്യപിക്കുന്ന സമയത്ത് ഞാൻ ഓപ്പൺ മൈൻഡ് ആയിരുന്നു. ഇപ്പം സുബോധവാനിരിക്കുമ്പോഴും ഞാൻ പല കാര്യങ്ങളിലും തുറന്നു പറയുന്ന ഒരു സ്വഭാവം ആൾക്കാർ കോൺവെർസേഷനിലൂടെ പല കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വന്നാലും അതിനെ നമുക്ക് പോസിറ്റീവ് ആക്കാം. പക്ഷേ ഒരു കോൺവെർസേഷൻ ചെയ്യാത്ത ഒരാളെ എനിക്ക് ചില സമയത്ത് കുറച്ച് എൻ്റെ അകത്ത് എനിക്കങ്ങോട്ട് ദേഷ്യം വരും, കോപം വരും. അത് സുബോധവാനായിരിക്കുമ്പം കൂടുതലും വരും. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഇതൊരു സ്വഭാവമായിരിക്കാം. അപ്പം ഞാനത് എന്താ ചെയ്യേണ്ടത്? ഞാനത്
മൈൻഡ് ചെയ്യാതിരിക്കണോ അതോ അതെ, അത് അതിന്റെ ഉത്തരം ഞാൻ രണ്ടാമത് പറയാം. ആദ്യം ഓപ്പൺ മൈൻഡഡ്നെസ് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പൂർത്തീകരിച്ചില്ല. ഇതല്ല ഓപ്പൺ മൈൻഡഡ്നെസ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താണ് ഓപ്പൺ മൈൻഡഡ്നെസ്? ഇത് ഓപ്പൺ മൈൻഡഡ്നെസ് ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. പല കാര്യങ്ങളും തുറന്നു പറയുന്നത് അതല്ല ഓപ്പൺ മൈൻഡഡ്നെസ്. ഓപ്പൺ മൈൻഡഡ്നെസ് പറഞ്ഞാൽ എന്റെ മൈൻഡ് ഞാൻ ഓപ്പണാണ്. മറ്റുള്ളവർ പറയുന്ന അവരുടെ അഭിപ്രായങ്ങൾ, അവർ പെരുമാറുന്ന രീതി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതിന് ഞാൻ എന്റെ മനസ്സിനെ തുറന്ന് ഞാൻ സ്വീകരിക്കലാണ്. ഇതെനിക്ക് മനസ്സിലാവാനായിട്ട് കുറച്ച് കാലം എടുത്തു. ഞാൻ 4-5 വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് ഈ ഒരു ഇത് കിട്ടിയിട്ടുള്ളൂ, അറിവ് തന്നെ കിട്ടിയിട്ടുള്ളൂ, ഈ ഒരു തിരിച്ചറിവ്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ഞാൻ ഓപ്പൺ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല. ആക്ച്വൽ ഓപ്പൺ മൈൻഡഡ്നെസ് അതല്ല. ഏതൊരു സാഹചര്യം വന്നാലും, ഏതൊരു വ്യക്തിയെ നമ്മൾ കണ്ടാലും, അതിനെയൊക്കെ ഒരു തുറന്ന മനസ്സോടെയുള്ള സമീപനം അതിനോടൊക്കെ. അതൊരു അഭിപ്രായത്തിനോടാവാം, ഒരു പുതിയ കാര്യത്തിനോടാവാം, പലതിനോടാവാം, ഒരു പുതിയ സാഹചര്യത്തിനോടാവാം, ഒരു പുതിയ ജോലിയോടാവാം, തുറന്ന മനസ്സോടെ സമീപനം. ഞാൻ മുൻവിധിയോടുകൂടി പെരുമാറുന്നില്ല എന്നുള്ളതാണ് ഈ ഓപ്പൺ മൈൻഡഡ്നെസ്. അതാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. പിന്നെ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യമില്ല. കാരണം അലക്സ് ആവശ്യപ്പെടുന്ന അതേ പരിഗണന അവരും ആവശ്യപ്പെടില്ലേ? ഒരു കാലത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? ചിലപ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അന്ന് അലക്സ് ആ പരിഗണനയോ ഇതോ കൊടുക്കാൻ മടി കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഇന്ന് അലക്സിനോട് ചിലപ്പോൾ തിരിച്ചിങ്ങനെ വരും. അതിനാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിലെ പടികൾ ചെയ്യുമ്പോൾ നമുക്ക് 4-ാം പടിയിലത്തേക്ക് നമ്മളുടെ കണക്കെടുപ്പുകൾ നടക്കുമ്പോൾ 8-ാം പടിയിലത്തെ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കിട്ടും. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള പിന്നീട് ആ ഒരു സ്പോൺസറുടെ കൂടെ ആ സ്പോൺസർ അത് വിശദീകരിച്ചു. അതാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് നമ്മളെ തന്നെ റിഫൈൻ ചെയ്യാനുള്ളത്. ഒരു റിഫൈൻമെന്റ് ആണ്. നമ്മളെ തന്നെ ചെയ്യുന്നത്. നമ്മളെ മനസ്സിനെ റിഫൈൻ ചെയ്ത് പോവുക. അതായത് ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, ക്രൂഡ് ഓയിൽ വന്നിട്ട് എത്ര സ്റ്റേജിലാണ് റിഫൈൻ ചെയ്ത് വരേണ്ടത്? പല സ്റ്റേജിലല്ലേ. ക്രൂഡ് ഓയിൽ നിന്ന് ഡീസൽ വരുന്നു, ഡീസലിന് പിന്നെ മണ്ണെണ്ണ വരുന്നു, മണ്ണെണ്ണയിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് കൂടുതൽ റിഫൈൻ ചെയ്യുമ്പോൾ ഏവിയേഷൻ ഫ്യൂൽ ആവുന്നു. പിന്നെ ഇതിനെയൊക്കെ കൂടുതൽ റിഫൈൻ ചെയ്യുമ്പോൾ അത് പെട്രോൾ ആവും. പെട്രോളിനെ പിന്നെ അതിന്റെ പെട്രോളിന്റെ തന്നെ ഒക്ടൈൻ വാല്യൂ കൂട്ടി റിഫൈൻ ചെയ്ത് 120 ഒക്ടൈൻ വരെ എത്തുന്നു. എനിക്ക് വരുന്നുണ്ടല്ലോ ആ റിഫൈൻമെന്റ്. ഈ റിഫൈൻമെന്റ് ആണ് നമ്മളിൽ ചെയ്യേണ്ടത്. അതാണ് പ്രോഗ്രാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് ഇപ്പോൾ ഒരാളെ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ വേറൊരു പൊസിഷനിലെത്തും. എന്താണ് പൊസിഷൻ? അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ എന്നുള്ള ചോദ്യം. അതായത് ഇല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു അങ്ങോട്ട് പെരുമാറി. ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മളുടെ 3-ാം പടിയുടെ ഭാഗം ബിഗ് ബുക്കിലും അതേപോലെ 3-ാം പടിയുടെ ലേഖനം ചൊല്ലേണ്ടതൊക്കെ വായിക്കാം. ബിഗ് ബുക്കിൽ 3-ാം പടിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ മലയാളം ബിഗ് ബുക്കിൽ 59-ാമത്തെ പേജില് ABC എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു 10-11 പാരഗ്രാഫുകളാണ്. പേജ് നമ്പർ 62 വരെ, 62 ഉള്ള ആ 3-ാം പടിയുടെ പ്രാർത്ഥന വരെ ആ ഭാഗം തുടർച്ചയായിട്ട് 10-15 ദിവസം, ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യമായിട്ട് വായിക്കും. എന്നോട് എൻ്റെ സ്പോൺസർ എന്ന് ആദ്യം പറഞ്ഞത്, എന്നോട് പറഞ്ഞ 2 weeks കോഴ്സ്, ദിസ് ഇസ് എ മെഡിക്കേഷൻ, 2 weeks കോഴ്സ് thrice a day എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് thrice a day ഒന്നും പറ്റിയില്ല. twice a day എന്ന് വെച്ചിട്ട് ഞാൻ വായിച്ച് ഒരു 12 ദിവസത്തേക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അദ്ദേഹത്തിന് ഫോൺ ചെയ്യേണ്ടി വന്നു. അയ്യോ, ഇതെനിക്ക് എൻ്റെ ഉള്ളിലാകെ കിടന്ന് തിളച്ചു മറിയും. അപ്പൊ അത് വായിച്ചു നോക്കൂ. അപ്പൊ അതിൽ നിന്ന് കുറേ ഉത്തരങ്ങൾ കിട്ടും. ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും കിട്ടില്ല, ആദ്യമേ പറയാം. പല തവണ വായിക്കും കേട്ടോ, അതിനുള്ള ഉത്തരം കിട്ടും. ഇനിയോ? താങ്ക് യു. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? 11 മണി. ഓക്കെ, ചേട്ടൻ ഉണങ്ങാൻ സമയം. ഓക്കെ, താങ്ക് യു അശോകൻ ചേട്ടാ, താങ്ക് യു. ഓക്കെ, ഞങ്ങളെ സഹായിക്കുന്നതിന്. അപ്പോ അടുത്തത് ജോസഫ് മാഷ് ലയിച്ചു തരാൻ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കും. ജോസഫ് മാഷ്. ഹലോ, എൻ്റെ പേര് ജോസഫ്. ഞാനൊരു മധ്യാസക്തനാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ടും നമസ്കാരം മാഷെ. ഓക്കെ.
ഇന്ന് ഹായ് ജോസഫ് കുടിച്ചിട്ടില്ല. മാഷേ. ഹായ്. ഹായ് ഹായ് ജോസഫ് മാഷേ ഹായ് ഹായ്. ഈ ഹായ്. ഞാൻ ഈ എല്ലാവർക്കും ഹൈ. ഞാൻ ഈ ഈശ്വരാനുഗ്രഹമൊന്നും അതുപോലെ തന്നെ എയുടെ സഹായമൊന്നും പറഞ്ഞത് അതിങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അങ്ങ് പറഞ്ഞതൊന്നുമല്ല. അത് ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞത്. പക്ഷെ പിന്നെ എനിക്കത് കാര്യം മനസ്സിലായി. കാരണം എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് എനിക്ക് കുടി നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനൊരു 50 കൊല്ലം മുമ്പ് 4 പ്രാവശ്യം കുടിച്ചിട്ട് കുടി നിർത്തിയേനെ. കാരണം 4 പ്രാവശ്യം കുടിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായതാണ്. മദ്യം എന്താണ് എന്നോട് ചെയ്യുന്നത്, അത് കുടുംബത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ സമൂഹത്തിൽ അത് എങ്ങനെ സമൂഹം അതിനെ കാണുന്നു, വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് 4 പ്രാവശ്യം കുടിച്ചപ്പോൾ മനസ്സിലായി. കാരണം സാധനത്തിൻ്റെ വില, കാരണം അന്നത്തെ മറ്റു നിത്യോപയോഗ സാധനങ്ങളുടെ വിലയുമായി തട്ടിച്ച് നോക്കുമ്പോൾ അതിഭീകരമായ ഒരു വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സാധനമാണ് മദ്യം. അപ്പം എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് എനിക്ക് കുടി നിർത്താൻ സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. 36 വയസ്സായപ്പം ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ ജോലിയുള്ള ആളാണ്. എനിക്ക് മനസ്സിലായി ഞാൻ പെൻഷൻ പറ്റിയരാന്ന്. എന്ന് പറഞ്ഞാൽ വീണ്ടും 20 വർഷം കൂടി കിടക്കുന്നുണ്ട്. അപ്പം തന്നെ ജോലിക്ക് പോകാൻ മടിയായി തുടങ്ങി. തിങ്കളാഴ്ച തല പൊങ്ങേലാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതി വിശേഷത്തിൽ നിന്ന് ഞാൻ എയിൽ എത്തിയതാണ്. അപ്പോൾ എയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മദ്യപാനാസക്തി ഒരു രോഗമാണെന്നാണ് ഞാൻ ആദ്യം കേട്ടത് അവിടുന്ന്. ഒരു ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന്. എയിലും അത് തന്നെയാണ് ഞാൻ കേട്ടത്. ഞാൻ തന്നെ കാശ് മുടക്കി, ഞാൻ തന്നെ പണം മുടക്കി, ഞാൻ തന്നെ കുപ്പി പൊട്ടിച്ച് തന്നെ ഊറ്റി, ഞാൻ തന്നെ കുടിച്ച് വെച്ചിട്ട് ഞാൻ തന്നെ പറയുന്നു ഇതൊരു രോഗമാണെന്ന്. അത് കേൾക്കുമ്പോൾ അത് ദഹിക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഒരു യാഥാർത്ഥ്യമാണ്. മദ്യപാനാസക്തി ഒരു രോഗമാണ്. കാരണം ഇത് തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. തലച്ചോറാണ് നമ്മളെ സത്യത്തിൽ നിയന്ത്രിക്കുന്നത്. തലച്ചോറ് വളരെ സങ്കീർണമാണ് താനും. പക്ഷെ തലച്ചോറിനെ തിരിച്ച് അങ്ങ് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന, അനുഷ്ഠാനങ്ങൾ, തപസ്, അങ്ങനത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പല ആളുകളും കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ കഠിനമായ എക്സർസൈസുകൾ ചെയ്യുന്നു. കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് അത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ എനിക്ക് കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് നിർത്താൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ തന്നെയാണ് ഓരോ തവണ കുടിച്ചപ്പോഴും ഈ കുടിക്കാനുള്ള ന്യായങ്ങളും അതിനുള്ള വഴികളും ഒക്കെ കണ്ടുപിടിച്ചത് ഞാൻ തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ എനിക്കിത് പറ്റാത്ത സാധനമാണ്, ഞാനിത് നിർത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപബോധ മനസ്സത് സമ്മതിക്കത്തില്ല. കാരണം ഞാൻ തന്നെ കണ്ടുപിടിച്ച ടെക്നിക്കുകളും ഞാൻ തന്നെ കണ്ടുപിടിച്ച സൂത്രവാക്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കുടിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത്. അപ്പം അത് പെട്ടെന്ന് അങ്ങ് തലതിരിച്ചു വെക്കുക എന്ന് പറയുമ്പോഴത്തേനും അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം ഞാൻ സത്യത്തിൽ കല്യാണം കഴിച്ചു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പം കുടുംബത്തിൽ നിന്ന് വലിയൊരു സമ്മർദ്ദം ഉണ്ടായി. അപ്പോൾ തൊട്ട് മുമ്പ് ഈ ഓപ്പൺ മൈൻഡഡ്നെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ബിഗ് ബുക്കിൽ ഒരൊറ്റ കൊട്ടേഷനേ ഉള്ളൂ. അത് ഹെർബർട്ട് സ്പെൻസറുടെ. അത് നമ്മുടെ അനുബന്ധത്തിലാണ് കിടക്കുന്നത്. എല്ലാ വാദങ്ങൾക്കുമെതിരെ ഒരു തെളിവുണ്ട്, എല്ലാ തെളിവുകൾക്കുമെതിരെ വാദവുമുണ്ട്. അത് മനുഷ്യനെ ഒരിക്കലും നിലയ്ക്കാത്ത അജ്ഞതയിൽ നിലനിർത്തും എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിന് വിധേയമാക്കാത്ത ഒരു തരം അപജ്ഞത. ഒരു കാര്യം കേൾക്കുമ്പോൾ അതങ്ങനെയല്ല, വേറൊരു കാര്യം കേൾക്കുമ്പോൾ അതും അങ്ങനെയല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു മുൻവിധിയോടെ കാര്യങ്ങളെ കാണുവാണ്. അപ്പോൾ മദ്യപാനാസക്തി ഒരു രോഗമാണ്. ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായി. കാരണം അത് രോഗമല്ല എന്ന് തീർത്ത് അങ്ങ് പറയാൻ എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ അത് സംശയം വരാനുള്ള കാരണം ഞാൻ ആദ്യം കുടിച്ചത് മുതൽ അവസാനം കുടിച്ചത് വരെയുള്ള എൻ്റെ കുടിയുടെ ഒരു നാൾ വഴി പരിശോധിച്ചപ്പോഴും ഒരു കാര്യം എനിക്ക് മനസ്സിലായി: മദ്യം എനിക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ യാതൊന്നിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊരു രോഗാവസ്ഥയാണ്. നമ്മൾ ചൂട് ശരീരത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്തതിനെയാണ് പനി എന്ന് പറയുന്നത്. ഷുഗർ കൺട്രോളിൽ നിൽക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഡയബറ്റിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മദ്യം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ട് രണ്ടടിച്ച് ലാഭത്തോടെ നടന്നപ്പം തലപോകനെ ആലോചിച്ചപ്പോൾ എൻ്റെ ബുദ്ധിയിലേക്ക് വന്നതൊന്നുമല്ല. ഞാൻ അങ്ങനെ വന്നതുമല്ല.
കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ ഒത്തിരി സമ്മർദ്ദം ഉണ്ടായി. ഞാൻ കുടി നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് 36 വയസ്സായപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് കുടിച്ചിട്ട് പോയിട്ടില്ല. സാമ്പത്തിക ബാധ്യത എനിക്കില്ല. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. കുടുംബത്തിൽ കലഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ നിലനിൽക്കുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ മദ്യപാനം നിർത്തണം, അല്ലെങ്കിൽ മദ്യപാനം നിർത്താനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അതിനെ എതിർക്കാനും അതിനെ ചെറുത്തു നിൽക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ടായിരുന്നു. എങ്കിൽ പോലും ഞാനത് ചെയ്തില്ല. ഇവിടെയാണ് നമ്മുടെ ഒരു തുറന്ന മനസ്സിന്റെ ഒരു ചെറിയൊരു ലാഞ്ചന നമുക്ക് ദർശിക്കാൻ സാധിക്കും. കാരണം അവിടെ ഞാൻ മനസ്സ് അടച്ച് വെച്ചില്ല, മനസ്സ് അല്പം തുറന്നു വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും എനിക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. വളരെ ലളിതമായി പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഞാൻ കുടിക്കാതിരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ തന്നെ പറഞ്ഞു, 36 വയസ്സായപ്പം ഞാൻ റിട്ടയർ ചെയ്യാൻ സാധ്യതയില്ല എന്നെനിക്ക് തോന്നിയെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് ഭീഷണി ഉണ്ട് എന്നതിനർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് ഉണ്ട് എങ്കിൽ വീണ്ടും സൂര്യൻ ഉദിക്കുന്നത് കാണണം, അല്ലെങ്കിൽ ഈ ലോകത്ത് പൂക്കൾ പെയ്യുന്നതും അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളും ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ട്, അവരെയൊക്കെ ഇനിയും കാണണമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഞാൻ കുടിക്കാതിരിക്കണം. ഇതാണ് ഞാൻ നേരിട്ട ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം. അപ്പം അങ്ങനെ ഞാൻ ചെയ്യണമെങ്കിൽ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് എനിക്ക് കുടിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആൽക്കഹോൾസ് അനോണിമസിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെടാൻ തുടങ്ങി. സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ തെറ്റായിരുന്നു, അതെനിക്ക് പിന്നീട് മനസ്സിലായി. പക്ഷെ അതൊന്നും ഞാൻ പരിഗണിച്ചില്ല. പൊതുവെ ആരെയെങ്കിലും അനുസരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആരെയും അനുസരിച്ചിട്ടില്ല. എല്ലാം എനിക്ക് അറിയാം എന്ന ഒരു അഹങ്കാരത്തിൽ ഞാൻ ജീവിച്ചതാണ്. അപ്പോൾ എനിക്ക് സംശയങ്ങൾ വന്നു തുടങ്ങി. സംശയങ്ങൾ ഞാൻ ചോദിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഉത്തരങ്ങൾ പലപ്പോഴും ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. കാരണം ഞാൻ ചോദിച്ച ആളുകൾ എനിക്ക് തെറ്റായ മറുപടി തന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഞാനത് സ്വീകരിച്ചു. പക്ഷേ എനിക്കത് ദോഷം ചെയ്തില്ല. പിന്നീട് എനിക്ക് തിരുത്താൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ വൺ ഡേ അറ്റ് എ ടൈം എന്ന നിലയിൽ ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയപ്പോൾ ചില പുതിയ കണ്ടെത്തലുകൾ ഞാൻ നടത്തി. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒത്തിരി സമയം മിച്ചം വന്നു. കാരണം ഞാൻ എൻ്റെ സമയം മുഴുവനും ഞാൻ മദ്യപിക്കാനായിട്ട് ഉപയോഗിച്ചത്. മറ്റൊരു കാര്യങ്ങളിലും ഞാൻ അത്ര ശ്രദ്ധ കാണിച്ചിട്ടില്ല. മറ്റുള്ളവരാരെയെങ്കിലും സഹായിക്കുന്ന കാര്യത്തിലോ എന്തെങ്കിലും ഉപകാരം ആർക്കെങ്കിലും ചെയ്യുന്ന കാര്യത്തിലോ ഒന്നും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിലും വലിയൊരു ശ്രദ്ധ ഞാൻ ചെലുത്തിയിരുന്നില്ല. അപ്പോൾ കുടി നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ധാരാളം സമയം മിച്ചം വന്നു. അപ്പോൾ സമയം മിച്ചം വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്ഥലങ്ങളിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി. കാരണം എൻ്റെ സാമ്പത്തിക ബാധ്യതകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ കുടി നിർത്തിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവരായത് കാരണം ശമ്പളമുണ്ട്, കാരണം പണമുണ്ട്. അപ്പം ഞാൻ ദൂര സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ബന്ധുക്കളും എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, നീ ഒരു കാലത്ത് നീ കിട്ടിയ പൈസ മുഴുവനും കുടിച്ചു കളഞ്ഞു, ഇപ്പോൾ നീ കിട്ടിയ കാശ് മുഴുവനും ഇങ്ങനെ വണ്ടിക്കാർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള സംസാരം വന്നു. എനിക്കതത്ര എനിക്കതത്ര ഗൗരവത്തിൽ തോന്നിയില്ല. കാരണം ഞാൻ കിട്ടിയ പൈസ മുഴുവൻ അങ്ങനെ ചെയ്യുമല്ലേ എന്ന് വെച്ചാൽ വളരെ ചെറിയ നിസ്സാര പണമേ നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ളൂ. കുടിച്ചുകൊണ്ടിരുന്നപ്പം മദ്യത്തിന് വേണ്ടി ചിലവഴിക്കുക പണമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ നിസ്സാര പണം മതി ഈ മീറ്റിങ്ങുകൾ പങ്കെടുക്കാനും അതുപോലെ ഏതെങ്കിലുമൊക്കെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാനും ലിറ്ററേച്ചറുകൾ സ്വന്തമാക്കാനും ഒക്കെ വളരെ തുച്ഛമായ ഒരു തുകയെ ആവശ്യമുള്ളൂ. അപ്പം ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുടിക്കാൻ കാണിച്ച ഏതൊരു ആവേശം കാണിച്ചോ അതിൻ്റെ ഒരു അംശമെങ്കിലും ഞാൻ കുടിക്കാതിരിക്കാനും കാണിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ലോകത്തിൽ ഇന്ന് വരെ ഒരു മദ്യാസക്തനും എനിക്ക് സമയം കിട്ടിയില്ല എന്ന കാരണം കൊണ്ട് കുടിക്കാതിരുന്നിട്ടില്ല. കാരണം ഒരു മദ്യാസക്തനാണെങ്കിൽ അയാൾ സമയം കണ്ടെത്തിയിരിക്കും.
അപ്പൊ പലപ്പോഴും കുറച്ചു കാലം കഴിയുമ്പോഴേ AI വന്ന് പിന്നെ കുറച്ച് തിരക്കായി, കുറച്ച് പണമുണ്ടാക്കാനുള്ള ഒരു വ്യഗ്രതയിൽ സമയമില്ല എന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് ഇതാണ്: ലോകത്തിൽ ഇന്ന് വരെ ഒരു മദ്യാസക്തനും സമയം കിട്ടാത്തത് കൊണ്ട് കുടിക്കാതിരുന്നിട്ടില്ല. എങ്കിൽ അയാൾ കുടിക്കാതിരിക്കണമെങ്കിൽ അയാൾ സമയം കണ്ടെത്തി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് മദ്യാസക്തർ ചേർന്ന് നടത്തുന്ന ഈ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ എങ്ങനെയാണ് കുടിക്കാതിരിക്കുന്നത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യം പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ മീറ്റിങ്ങിൽ ഇന്നും പറയുന്നത്, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നു എന്നും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴും ഒരു മറുചോദ്യമുണ്ട്: ഇന്നലെ കുടിച്ച അതേ സാധനം തന്നെയാണ് ഇന്നും കുടിക്കുന്നത്, നാളെ കുടിക്കാൻ പോകുന്നത് അത് തന്നെയാണ്, എന്നിട്ട് ഒരു മടുപ്പുമില്ല. അപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഒരുപക്ഷെ പിറ്റേ ദിവസവും പറയുന്നത്. പക്ഷേ നമ്മുടെ അത് മനസ്സിൽ പിന്നെ എത്ര കേട്ടാലും ഒരുപക്ഷെ പിന്നെ നമ്മുടെ മനസ്സിൽ അത് തറയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ മീറ്റിങ്ങുകളിൽ ഒരു ഇമ്പോർട്ടൻസ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റു മദ്യാസക്തരെ സഹായിക്കണമെന്ന് താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഏറ്റവും എളുപ്പമായ മാർഗം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ മദ്യാസക്തരായ ആളുകൾ വരുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ. അപ്പം തീർച്ചയായിട്ടും മറ്റ് മദ്യാസക്തരെ സഹായിക്കുന്നതിലൂടെയാണ് ഒരു മദ്യാസക്തൻ മദ്യത്തിൽ നിന്നോ, അത് ബിഗ് ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട്, അതൊരു ഇൻഷുറൻസ് ആണ്. കാരണം മറ്റുള്ള മാർഗങ്ങളെല്ലാം പരാജയപ്പെട്ടാലും 12-ാം പടി പ്രവർത്തനം നിങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്ന് വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്ന ചാപ്റ്റർ തുടങ്ങുന്നത് ആ ഒരു വാചകത്തോടെയാണ്. അപ്പം എന്താണെങ്കിലും ഇപ്പം AI നിലനിൽക്കണമെങ്കിൽ ഒരാൾ AI മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും തുടർന്ന് അയാൾ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം അയാൾ കൈവരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ മനോഭാവം എങ്ങനെയാണ് കൈവരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 പടികളിലാണ് അതിൻ്റെ പിന്നെ ക്ലൂ കിടക്കുന്നത്. അപ്പം നമുക്കറിയാം, പിന്നെ നമ്മുടെ സഹസ്ഥാപകനായ ബിൽ ഡബ്ല്യുവിനോടും ബിൽ ഡബ്ല്യുവിൻ്റെ സ്പോൺസറോടും അന്നത്തെ മനഃശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ നമ്മുടെ സിൽക്ക് വർത്തും പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളൊരു മാറ്റിമറിക്കലിന് തയ്യാറാകേണ്ടതുണ്ട്, ഒരു മാറ്റത്തിന് നിങ്ങൾ വിധേയനാകണം. അതാണ് പറഞ്ഞത്. ഈ മാറ്റം വളരെ കൃത്യമായി നമുക്ക് വളരെ ലളിതമായി നമുക്ക് സാധ്യമാക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 പടികൾ. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 പടികൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് കുടിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് കുടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് കുടിക്കാൻ ചാരായക്കടയിലേക്ക് പോകുന്നതെന്ന് എനിക്ക് സന്തോഷം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചാരായക്കടയിലേക്ക് പോകുന്നത്. അപ്പം ഈ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് കുടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആസക്തിയാണ്, രോഗമാണ്, അത് വേറൊരു കാര്യം. പക്ഷേ പലപ്പോഴും നമ്മൾ മദ്യത്തിലേക്ക് വീഴുന്നത് കുറച്ചു കാലം കുടിക്കാതിരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ കുടിക്കുന്നതിനെ നമ്മൾ പുനർപതനം അല്ലെങ്കിൽ സ്ലിപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്താണ് സത്യത്തിൽ നമ്മുടെ സമാധാനം കെടുത്തുന്നത്? അത് നമ്മുടെ അകൃത്യങ്ങളാണ്, നമ്മുടെ തെറ്റുകളാണ്, നമ്മുടെ കുറ്റങ്ങളാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത്. നമ്മുടെ കുറ്റങ്ങളാണ് നമ്മുടെ സമാധാനം നശിപ്പിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 പടികൾ. തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനും തെറ്റ് ചെയ്യാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നു. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമാധാനത്തിന് ഭംഗം വരുന്നില്ല. സമാധാനത്തിന് ഭംഗം വരുന്നില്ലെങ്കിൽ സന്തോഷത്തിനും ഭംഗം വരുന്നില്ല. സന്തോഷം എന്ന് പറയുന്നത് അതൊരു പിന്നെ ടൂറിസം പോലെയാണ്, അതിങ്ങനെ വന്നും പോയി നിൽക്കുന്ന ഒരു സാധനമാണ്, അതിനൊരു സ്ഥിരതയൊന്നുമില്ല. പക്ഷെ ഒരു സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ മനസ്സിന് ഉള്ളിലെ ഒരു കാംനെസ് എന്ന് പറയുന്നത് അത് എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. അത് നഷ്ടപ്പെടുന്നത് എപ്പോഴും പിന്നെ എനിക്ക് എൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴും എൻ്റെ തെറ്റുകളിൽ നിന്നാണ്, തെറ്റായ കാര്യങ്ങളിൽ നിന്നാണ്. അപ്പം അതിന് നിന്ന് മാറി നിൽക്കാനുള്ള വളരെ കൃത്യമായ ഒരു മാർഗമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 പടികൾ. അപ്പം ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും എത്തുന്ന എത്രയോ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ AI വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അധികമാരും പിന്നെ ഈ പ്രോഗ്രാം അനുസരിച്ച് ജീവിക്കുകയോ അല്ലെങ്കിൽ പിന്നെ തുടർച്ചയായി സുബോധം നിലനിർത്തുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ബിഗ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന ഉത്തരം വളരെ ക്ലിയർ ആണ്, പച്ചയ്ക്ക് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പിന്നെ എത്തരത്തിലുള്ള ആളുകളാണ് രക്ഷപ്പെടാതെ പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ
ഒരു മറുപടി അല്പം വളഞ്ഞ ഭാഷയിലാണെങ്കിലും ബുദ്ധി കുറവുള്ളവരാണെന്ന് തന്നെയാണ് നമ്മുടെ സഹസ്ഥാപകന്റെ അഭിപ്രായം. അത് അങ്ങനെ തന്നെയാണ് പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കാനുള്ള പ്രായോഗിക ബുദ്ധിയാണ്. ഒരുപക്ഷെ ചന്ദ്രനിൽ പോകാനോ അല്ലെങ്കിൽ പിന്നെ വളരെ സങ്കീർണമായ യന്ത്രം പ്രവർത്തിപ്പിക്കാനോ ഒരാൾക്ക് സാധിച്ചേക്കാം. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം, സ്വന്തം ജീവിതം പിന്നെ ഫലപ്രദമായ രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള രീതിയിൽ പിന്നെ അയാൾക്കും കൂടെ പ്രയോജനം വേണം. മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ വലിയ നല്ല പാട്ട് പാടി കേൾക്കുന്നവർക്കൊക്കെ നല്ല ഇമ്പമാണ്. പക്ഷെ അയാളുടെ പിന്നെ മനസ്സിൽ കലുഷിതമാണ്, അയാൾക്ക് യാതൊരു സന്തോഷവും ഇല്ലെങ്കിൽ ആ പാട്ട് പാടുന്നതിൽ വലിയ കഥയുണ്ടെന്ന് പിന്നെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ ഒരു പിന്നെ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം ആർക്കാണ് AI വന്നിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ പോകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. പിന്നെ സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ പിന്നെ അനുയോജ്യമായ രീതിയിൽ ജീവിതത്തെ പിന്നെ മാറ്റി എടുക്കാനുള്ള കഴിവില്ലാത്ത ആളുകൾ തന്നെയാണ്. കാരണം AI കുറച്ചു കാലമൊക്കെ പലപ്പോഴും AI വന്നിട്ടും എന്തുകൊണ്ടാണ് ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ള വേറെ ഉത്തരവൊന്നും അതിനകത്തില്ല. അതിനകത്ത് ഒത്തിരി നിഗൂഢമായ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇതൊരു രോഗമാണ്. ഒരു രോഗം എന്നുള്ള നിലയിൽ നമ്മൾ മറ്റു രോഗങ്ങളെ പോലെ തന്നെ ഇതിനെ കണ്ടാൽ മതി. പിന്നെ ഇപ്പം പിന്നെ ഷുഗറുള്ള ഒരാള്, അയാളോട് ഡോക്ടർ പറയുന്നത് നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കരുത്. ഇപ്പം അറ്റാക്ക് അല്ലെ ഹൃദ്രോഗമുള്ള ഒരാള്, അയാൾ കഠിനമായ ജോലികൾ ചെയ്യരുത്. അതങ്ങനെ ചെയ്താതിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് ദീർഘകാലം ജീവിക്കാൻ സാധിക്കും. പക്ഷെ മറിച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം കാലം മുമ്പോട്ട് പോകത്തില്ല. അപ്പം AI വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കുടി നിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അയാൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. അത് ജീവിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഒരു മദ്യാസക്തനാണെങ്കിൽ, ഒരാൾ മദ്യാസക്തനാണെങ്കിൽ അത് വേറൊരാൾക്ക് വിധിക്കാൻ പറ്റിയല്ല. ഒരാൾ മദ്യാസക്തനാണെങ്കിൽ അയാൾ ജീവിച്ചിരിക്കണമെങ്കിൽ അയാൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അപ്പം പിറ്റേ ദിവസം മരിക്കുമൊന്നുമില്ല. പക്ഷേ പിന്നെ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുള്ള ഒരു ജീവിതം ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ, തനിക്ക് തന്നെ സന്തോഷമോ സമാധാനമോ ലഭിക്കുന്ന ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ മദ്യാസക്തനാണെങ്കിൽ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കേണ്ടതുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷിച്ച് നോക്കിയതാണ്, വിജയിച്ചതാണ് ഒരു ജീവിത രീതിയാണ് ആൽക്കഹോൾസ് അനോണിമസിന്റെ ജീവിത രീതി. അത് വേറൊന്നുമില്ല, 12 പടികൾ തന്നെ. ആ 12 പടികൾ പിന്നെ നമുക്കതിൽ നിന്ന് പിന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഇപ്പോഴും മദ്യാസക്തി മൂലം ബുദ്ധിമുട്ടുന്ന ഏതൊരാൾക്കും, ഒരുപക്ഷെ അയാൾ AI എത്തിയാൽ പോലും ആൽക്കഹോൾസ് അനോണിമസിനെ കുറിച്ച് കേട്ടാലും മനസ്സിലാക്കിയാലും അത് ഉൾക്കൊള്ളണമെന്നില്ല. അവിടെയാണ് ആ ഒരു തുറന്ന മനസ്സിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു പരാമർശം വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ഇതൊക്കെ കണ്ടാലും കേട്ടാലും എന്തൊക്കെ ഇങ്ങനെ സംഭവിച്ചാലും അത് മനസ്സിലാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിനെക്കുറിച്ച് തന്നെയാണ് പിന്നെ നമ്മൾ ബുക്കിൽ പരാമർശിച്ചിരിക്കുന്നത്. അവർ ആ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവരായി പോയി. അവരുടെ ഗതികേട് കൊണ്ട്, അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അത് അവരങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ ഇതിങ്ങനെ ഒരു ഒഴിവായി പറഞ്ഞ് പിന്നെയും കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം താമസിക്കാതെ കൊണ്ട് ഈ ലോകവാസം ഇതിൽ നിന്ന് നമ്മൾ പിന്നെ പുറത്തു പോകും, അത്രേ ഉള്ളൂ. ഇപ്പം ലോകത്ത് 750 കോടി ആളുകളുണ്ട്. അതിലൊരു 10-100 കോടി ആളുകളെങ്കിലും കുടിക്കുന്നവരുണ്ടാവും. 10-30 ആള് കുടിച്ച് മരിച്ചു എന്ന് വിചാരിച്ച് ഭൂമിയുടെ ബാലൻസ് ഒന്നും പോകുകയില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കാതിരിക്കുക എന്ന് മാത്രമേ അതിന് ഒരു പിന്നെ മറുപടി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റ് സങ്കീർണമായ പ്രശ്നങ്ങളിലേക്കും ലോകത്തിൻ്റെ പോക്കും യുദ്ധങ്ങളും അതുപോലെ തന്നെ സംഘർഷങ്ങളും ഒക്കെ ലോകത്തിൽ മുക്കിലും മൂലയിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ട്, സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ആൽക്കഹോൾസ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. അവസരം കിട്ടുമ്പോഴൊക്കെ ആരെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ അവരെ സഹായിക്കാൻ തയ്യാറാകുക, സന്മനസ്സുള്ളവനായിരിക്കുക. അതാണ് ഞാൻ വർഷങ്ങളായിട്ട് തുടർന്നു പോരുന്ന
ഒരു രീതി. അതെനിക്ക് പ്രാക്ടിക്കലാണ്, പ്രായോഗികമാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാനത് തന്നെ തുടരുന്നു. എന്താണെങ്കിലും എന്നെ ശ്രമിച്ച എല്ലാവർക്കും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ജോസഫ് മാഷെ. ഈ വൈകിയ വേളയിൽ നമുക്ക്